ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ, അതായത് കഴിഞ്ഞ മെയിൽ എൻട്രി എടുത്താണ്. ആ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് 100% മുകളിൽ റിട്ടേൺ തന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. അതിന് മുമ്പായിട്ട് വരുന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ വേറൊരു സ്റ്റോക്കിനോട് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതെനിക്ക് ഒരു വർഷം സമയം എടുത്തിട്ടില്ല. ഏതാനും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം 100% മുകളിൽ റിട്ടേൺ തന്നൊരു സ്റ്റോക്കുണ്ട്. 1 വീക്കിനുള്ളിൽ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്യാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഒന്ന്, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത് ഈ ഒരു സ്റ്റോക്കിന്റെ കാര്യത്തിൽ. കാരണം ഇത് എൻ്റെ ഒരു ജേർണി, എങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഫൈൻഡ് ചെയ്ത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള ഡിസിഷൻ മേക്ക് ചെയ്ത്, അതിനുശേഷം ഞാൻ എങ്ങനെയാണ് ഈ ഒരു വർഷം ഇത് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് ഞാൻ ബൈ ചെയ്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാക്രോ എക്കണോമിയിലാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ ബൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പെഹൽഗാം ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ താരിഫിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും അതിനിടയ്ക്ക് 25% താരിഫ് 50% ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ടർ സെല്ലിംഗ് സ്റ്റോക്കിനകത്ത് വന്നിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ US ഇറാൻ വാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന 1 ഇയറിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻസ് എല്ലാവർക്കും അറിയാം. FIS സെല് ചെയ്തുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. ആ ഒരു സമയത്തൊക്കെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റോക്കിന്റെ പേരാന്ന് വെച്ചാൽ സ്റ്റോക്ക് ടൈമെക്സ് ആണ്. നമ്മളിതിന് മുമ്പും ഈ കമ്പനിയുടെ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ നവംബർ തൊട്ട്, അതായത് ചാനൽ തുടങ്ങിയ സമയം തൊട്ട് തന്നെ ക്വാർട്ടറിലെ റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ ട്രാക്ക് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ്. ടൈമെക്സ് എന്ന് പറഞ്ഞാൽ വാച്ചുകൾ സെല് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർ മാനുഫാക്ചർ അവരുടെ സ്വന്തം പേരിലുണ്ട്. അതല്ലാതെ വേറെ ബ്രാൻഡുകളുടെ വാച്ചുകളും ഇന്ത്യയിൽ അവർ സെല് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ട് അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ. അവരുടെ കോമ്പറ്റീറ്റർ ആരാന്ന് നോക്കി കഴിഞ്ഞാൽ ഏതോസ് ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള കോമ്പറ്റീറ്റർ. ഏതോസ് മെയിൻ ആയിട്ട് സെല് ചെയ്യുന്ന വെച്ചാൽ റോളക്സിന്റെ പോലത്തെ അല്ലെങ്കിൽ ഹൈ ആയിട്ടുള്ള പ്രീമിയം, അതായത് ഇവർ വിൽക്കുന്നതിനെ കഴിഞ്ഞ് ഒരുപാട് പ്രൈസ് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ പ്രീമിയത്തിലുള്ള വാച്ചുകളാണ് അവർ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാതെ ഉള്ളത് ടൈറ്റൻ ആണ്. ടൈറ്റന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് തനിഷ്ക് കാര്യങ്ങളിലെ ജുവലറിയാണ്. സോ അതെല്ലാം അവരുടെ വാച്ചിന്റെ സെഗ്മെന്റ് വളരെ ചെറിയൊരു സെഗ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈറ്റനെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഏതോസും ഈ പറഞ്ഞ ടൈമെക്സും ആണ് മെയിൻ ആയിട്ട് ഈ ഒരു സെക്ടറിൽ ഇതിനകത്ത് ഫുള്ളി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കമ്പനികൾ എന്ന് പറയുന്നത്. ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്ക് ഫൈൻഡ് ചെയ്തെന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം, അതായത് 2025 ഒരു മാർച്ച് ഏപ്രിൽ സമയത്തൊക്കെയാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ട് നോക്കുന്നതൊക്കെ. കാരണം അതിന് മുമ്പ് ഞാൻ ഈ സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യുന്നില്ലായിരുന്നു. എദോസിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു. പക്ഷേ എദോസും ഈ പറഞ്ഞ പോലെ ആക്റ്റീവായിട്ട് ഞാൻ ട്രാക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നില്ല ആ ഒരു സമയത്ത്. ആ ഒരു സമയത്ത് ഈ ഒരു സ്റ്റോക്കിനെ പറ്റി കേട്ട് ഇതിന്റെ റിസൾട്ട് ഒക്കെ കഴിഞ്ഞ 2 ക്വാർട്ടറായിട്ട് നന്നായിട്ടൊക്കെ വരുന്ന എന്നുള്ള രീതിയിൽ കേട്ടപ്പോൾ എന്താണ് ഈ സ്റ്റോക്ക് എന്നൊക്കെ നോക്കാനുണ്ട്. അന്നേരമാണ് ഞാൻ ആദ്യമായിട്ട്, അതായത് ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സ്റ്റോക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കേണ്ട അതിന്റെ PPT ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അത് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ തുടങ്ങി. അതായത് ഇവർ പ്രൊഡക്റ്റ് മിക്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റിലേക്ക് ഇവർ കടന്നിട്ടുണ്ട്. അതായത് കൂടുതലായിട്ട് ഇവർ അതുവരെ സെല് ചെയ്ത് തന്നെ കഴിഞ്ഞ് കൂടുതലായിട്ട് പ്രീമിയം, അതായത് മാർജിൻസ് ഇമ്പ്രൂവ് ആവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളിലേക്ക് ഇവരുടെ ബിസിനസ് ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പിലത്തെ 2 ക്വാർട്ടറിന്റെ റിസൾട്ട് നോക്കുന്ന സമയത്ത്, അതിന് മുമ്പിലത്തെ വർഷം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നോക്കിയാൽ ഈ കമ്പനിയിൽ ഏകദേശം 9% മാത്രമേ സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിരുന്നുള്ളൂ. വലിയ രീതിയിൽ ഗ്രോത്ത് വന്നുകൊണ്ടിരുന്ന ഒരു കമ്പനി ആയിരുന്നില്ല. അവിടെ ആ സമയത്ത് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി എതോസ് തന്നെയായിരുന്നു. എതോസ് കൺസിസ്റ്റന്റ് ആയിട്ട് 25-26% മുകളിൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിന് മുമ്പിലത്തെ വർഷം ഏകദേശം 25 മുകളിലായിരുന്നു എതോസിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ PPT നോക്കിയതിന് ശേഷം ഇവരുടെ റിസൾട്ടുകൾ ട്രാക്ക് ചെയ്ത സമയത്ത് ഇതിന് തൊട്ട് മുമ്പിലത്തെ ക്വാർട്ടർ നോക്കി കഴിഞ്ഞാൽ, അതിന് മുമ്പിലത്തെ ക്വാർട്ടർ നോക്കിയാൽ ഇവരുടെ ഗ്രോത്തിൽ അല്ലെങ്കിൽ റവന്യൂ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ Q1 നോക്കിയാൽ ഏകദേശം ഒരു സിംഗിൾ ഡിജിറ്റിലാണെന്ന് തോന്നുന്നു അവരുടെ റവന്യൂ ഗ്രോത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ Q2 ഞാനിത് നോക്കുന്ന സമയം Q4 റിസൾട്ട് വന്നിട്ടില്ല. Q2 Q3 ഒക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്. Q4 വന്നിട്ടില്ല. അപ്പോൾ Q2 റിസൾട്ട് നോക്കുന്ന സമയത്ത് ഏകദേശം 38% അവർക്ക് റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 40% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജും കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ. 200-250% മുകളിൽ മറ്റാണ് അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രോഫിറ്റിൽ. ആ സെയിം ടൈമിൽ നമ്മൾ എദോസ് നോക്കുമ്പോൾ എദോസിന് 26-27 ആ ഒരു 30 താഴെയായിട്ടാണ് എദോസ് ഗ്രോ ചെയ്യുന്നത്. അവർ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു റേഞ്ച് തന്നെയാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഓപ്പറേറ്റിംഗ് ലിവറേജും കിട്ടിയിട്ടില്ല ആ ഒരു ക്വാർട്ടറിൽ. സെയിം ടൈമിൽ ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എദോസിനെ കഴിഞ്ഞ് മുകളിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, എദോസ് ആ ഒരു സെക്ടറിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാണ്. സോ ഇവരാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയല്ല. ഇവർ അവരെ ബീറ്റ് ചെയ്ത് അതിന് മുകളിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടാതിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ആ Q2 റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ ഈ സ്റ്റോക്കിനെ കണ്ടിട്ടില്ല. അതിനുശേഷം ഞാൻ ഈ Q4 ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞാൻ അടുത്ത ക്വാർട്ടർ നോക്കുമ്പോൾ Q3 കാര്യം നോക്കുമ്പോൾ Q3 അവർക്ക് ഏകദേശം 26-27% റവന്യൂവിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജും കിട്ടിയിട്ടുണ്ട് ഈ Q3 സെയിം ടൈമിൽ എദോസ് ഇവരെ കഴിഞ്ഞ് കുറച്ച് മുകളിൽ തന്നെയാണ് പെർഫോം ചെയ്ത്. 26% ഇവർ ചെയ്തപ്പോൾ എദോസ് 30% മുകളിലുള്ള ഗ്രോ ചെയ്തിരുന്നു റവന്യൂവിൽ. പക്ഷേ എദോസിന് ആ സമയത്ത് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നില്ല. ഇവർക്ക് അന്ന് കൃത്യമായിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജും കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ തന്നെ അവിടുത്തെ മാർക്കറ്റ് ലീഡറിനെ കഴിഞ്ഞ് മുകളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് 2 ക്വാർട്ടറായിട്ട് ഇവർ പെർഫോം ചെയ്യുന്നുണ്ട്. അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടാതിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നുണ്ട്. ഇവർ കൃത്യമായിട്ട് ഇവരുടെ പ്രൊഡക്ഷൻ മിക്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവർ ഹൈ ഗ്രോത്ത് പേസിലേക്ക് കയറുന്നതായിട്ടുള്ള ഒരു ഫീൽ കിട്ടാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഏപ്രിലാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് എൻട്രി കാര്യങ്ങൾ എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ Q4 റിസൾട്ട് വരാറായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ Q4 റിസൾട്ട് വന്നതിന് ശേഷം ഈ സ്റ്റോക്കിൽ ആ സമയത്ത് ഇവർ എദോസിനെ ബീറ്റ് ചെയ്ത് മുകളിൽ തന്നെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിരുന്നു.
അതിനുശേഷം Q4 റിസൾട്ട് വരുന്നത് മെയ് 6 മെയ് 7 ആണ്. അവരുടെ മെയ് 6 റിസൾട്ട് വരുന്നത്. മെയ് 6 റിസൾട്ട് വന്ന സമയത്ത് ഞാൻ മെയ് 7 ഈ റിസൾട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. യദോസിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ യദോസിന്റെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. യദോസിന്റെ ഈ പറഞ്ഞ ടൈമെക്സിന്റെ റിസൾട്ടുകൾ നോക്കുന്ന സമയത്ത് യദോസ് ആ ഒരു ക്വാർട്ടറിൽ ഏകദേശം 23% മാത്രമേ ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് സിംഗിൾ ഡിജിറ്റിൽ 7, 8, 9 ആ ഒരു രീതിയിലാണ് തോന്നുന്നു യദോസിന്റെ ഗ്രോത്ത് വന്നിരുന്നത്, പ്രോഫിറ്റിലെ ഗ്രോത്ത്. സെയിം ടൈമിൽ ടൈമെക്സിൽ നോക്കുന്ന സമയത്ത് ടൈമെക്സിന് 47% ഗ്രോത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ കമ്പനിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 150-200% മുകളിൽ മറ്റോ ഉണ്ടായിരുന്നു അവരുടെ പ്രോഫിറ്റിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ യദോസിന് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നില്ല, യദോസിനെ കഴിഞ്ഞ് മുകളിൽ ഇവർ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റത്തോടെ തന്നെ ക്ലിയർ ആയിട്ട് ഇവർ കൺസിസ്റ്റന്റ് ആയിട്ട് ഇവരെ ബീറ്റ് ചെയ്ത് പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. Q4 റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ഫൈനാൻഷ്യൽ ഇയറിന്റെ റിസൾട്ട് ആണല്ലോ. അപ്പോൾ FY25 ഫുൾ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇവരുടെ സെയിൽസ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 28-29% സെയിൽസ് ഗ്രോത്ത് ഈ ഒരു കമ്പനിക്ക് ടൈമെക്സിന് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജോട് കൂടിയിട്ട് ഏകദേശം 51% പ്രോഫിറ്റ് ഗ്രോത്ത് വന്നു. സെയിം ടൈമിൽ ഇവിടുത്തെ മാർക്കറ്റ് ലീഡർ ആയിട്ടുള്ള യദോസിനെ നോക്കുമ്പോൾ അവർക്ക് 26% റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ പ്രോഫിറ്റ് 17-18% അവർക്ക് ഗ്രോ ചെയ്തേക്കുന്നത്. കാരണം ഇവർക്ക് നല്ല രീതിയിൽ ഇമ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, റുപ്പിയുടെ ഡിപ്രീസിയേഷൻ കാര്യങ്ങളൊക്കെ ഇവരെ നന്നായിട്ട് അഫക്ട് ചെയ്യും. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടില്ല. യദോസിന്റെ മുകളിൽ ടൈമെക്സ് ഇവരെ ബീറ്റ് ചെയ്ത് പെർഫോം ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റ് ലീഡറിനെ ബീറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ഇനിയുള്ള മുന്നിലേക്കുള്ള പൊട്ടൻഷ്യൽ നോക്കിയാൽ തന്നെ എന്തായാലും ഒരു 30% മുകളിൽ അല്ലെ അറ്റ്ലീസ്റ്റ് യദോസിന്റെ മുകളിൽ ഇവർ പെർഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. ആ സെയിം ടൈമിൽ ഇവരുടെ രണ്ടുപേരും വാല്യൂഷൻസ് നോക്കുമ്പോഴത്തേന് യദോസ് ഏകദേശം ഒരു 70 P-യിലായിരുന്നു അന്നേരം അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് കറണ്ട് P എന്ന് പറഞ്ഞാൽ 70 ആയിരുന്നു. അതേസമയം ടൈമെക്സിന് നോക്കിയാൽ ഏകദേശം 58-60 ആ ഒരു റേഞ്ചിലായിരുന്നു അവരുടെ അന്നേരത്തെ P ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതിനുശേഷം നമുക്ക് ശരിക്കും വേണ്ടത് ഇവരുടെ കറണ്ട് P അല്ല, ഇവരുടെ അടുത്ത വർഷത്തിന് അടുത്ത ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫോർവേഡ് P എന്താണെന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്. കാരണം ഇനിയുള്ള ക്വാർട്ടറുകളിൽ അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ആര് പെർഫോം ചെയ്യുന്ന കാര്യമാണ് നമുക്കറിയേണ്ടത്. അത് നോക്കുന്ന സമയത്ത് ടൈമെക്സിൽ എന്തായാലും നമുക്കൊരു 30% ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നുണ്ട്. ഒരു 30-യുടെ മുകളിൽ തന്നെ അവരുടെ പ്രോഫിറ്റും ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് യദോസിൽ നോക്കിക്കഴിഞ്ഞാൽ യദോസിൽ എന്തായാലും അവർ 25-30% എന്തായാലും ഗ്രോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ റുപ്പിയുടെ ഡിപ്രീസിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ് അവർക്ക് അടുത്ത ഫൈനാൻഷ്യലിൽ കിട്ടുമില്ല എന്നുള്ള കാര്യം മാനേജ്മെന്റിന് ക്ലിയർ ആയിട്ടുള്ള ഉറപ്പില്ല. ഈ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് കോൺകോൾ കാര്യങ്ങളൊന്നും നടത്തില്ല. പക്ഷേ ടൈമെക്സിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ അവരുടെ PPT നമുക്ക് അത്യാവശ്യം അറിയേണ്ട ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് പറ്റും. സോ അങ്ങനെ ഇരുന്ന് നോക്കുന്ന സമയത്ത് ഈ ടൈമെക്സ് ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്യുക 30% മുകളിൽ ഗ്രോത്ത് വന്നാൽ ഇപ്പോൾ ഒരു 60 PE ഉള്ള കമ്പനി ഫോർവേഡ് P ആയിട്ട് ഒരു 40-45 ഇടയ്ക്ക് അവരുടെ ഫോർവേഡ് PE കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതേസമയം യദോസ് നോക്കിയാൽ ഇപ്പോൾ 70 ഉള്ളത് ഏകദേശം ഒരു 60-70 ഇടയ്ക്കൊക്കെ തന്നെ വരാനായിട്ടാണ് സാധ്യത കൂടുതലും. അങ്ങനെ നോക്കുമ്പോൾ ഒരു 30% മുകളിൽ ഗ്രോ ചെയ്യുന്ന കമ്പനി 40-45 PE അവൈലബിൾ. അപ്പോൾ എഗ്രേഷ്യോ നോക്കിയാൽ ഏകദേശം ഒരു 1-1.3 ആ ഒരു റേഞ്ചിലാണ് അവരുടെ എഗ്രേഷ്യോ ഉള്ളത്. അത് യദോസിന് നോക്കി കഴിഞ്ഞാൽ യദോസ് ഒരു 25 ഗ്രോ ചെയ്യുന്ന കമ്പനി ഏകദേശം 70 അവരുടെ PE റേഷ്യോ ഉള്ളത്. അത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3-യുടെ അടുത്ത് 2.5-3യുടെ അടുത്താണ് അവരുടെ പെഗ് റേഷ്യോ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും അവരെ ഇവർ ബീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റീ റേറ്റിംഗ് കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളൊരു ആൻറ്റിസിപ്പേഷനിലാണ് ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ Q4 അതായത് FY25 എൻഡ് ചെയ്യുന്ന സമയത്താണ് എൻട്രി എടുക്കുന്നത്. അതായത് മെയ് 6 റിസൾട്ട് വന്നു. 7 സ്റ്റോക്കിനെയൊക്കെ സ്റ്റഡി ചെയ്തതിനു ശേഷം 8 ശരിക്കും 7 നേരത്തെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് അതൊരു ഞാൻ അതിനെ ട്രാക്ക് ചെയ്തിരുന്നെങ്കിൽ 7 തന്നെ എൻട്രി എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ എൻട്രി എടുത്തത് 8 8 ആവുന്ന സമയത്ത് തന്നെ സ്റ്റോക്കിൽ ഏകദേശം ഒരു 10-20-30% അവിടുന്ന് സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ നോക്കാറില്ല. കാരണം ഞാൻ ആ ഒരു പ്രൈസിന്റെ അടുത്താണ് ആ ഒരു പ്രൈസ് വെച്ചിട്ടാണ് അവരുടെ ഫോർവേഡ് P കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ പെഗ് റേഷ്യോ കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു സ്റ്റോക്കിന്റെ അന്നേരത്തെ പ്രൈസിനനുസരിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് 40-45 PE ഉള്ള കമ്പനി, ഫോർവേഡ് P ഉള്ള കമ്പനി, ഒരു 30% മുകളിൽ ഗ്രോ ചെയ്യുന്ന കമ്പനി എനിക്ക് ആ ഒരു സമയത്ത് അതിന്റെ വാല്യൂഷൻസ് ഓക്കെ ആയിരുന്നു. എനിക്ക് കിട്ടിയ സമയത്ത് തന്നെ ഞാൻ അതിനകത്ത് എൻട്രി എടുത്തു. മെയ് 8 എൻട്രി എടുത്തു. എനിക്കൊന്ന് മെയ് 8-9 ആയിട്ടാണ് ഞാൻ എന്തായാലും 2 തവണയായിട്ടാണ് അതിനകത്ത് എൻട്രി എടുക്കുന്നത്. 8 എടുത്തിട്ടുണ്ട്, 9 അതോ 8 തന്നെ 2 തവണയാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും 8 അതിനകത്ത് എൻട്രി എടുക്കുന്നുണ്ട്. മെയ് 8 ഏകദേശം 225 രൂപയാണ് അന്നത്തെ എൻ്റെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എൻട്രി എടുക്കുന്നത്. എൻട്രി എടുക്കുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 8 എൻട്രി എടുക്കുമ്പോൾ 7 പഹൽഗാം ഇഷ്യൂ കാരണം ഇന്ത്യ പാകിസ്ഥാനോട് ചെറിയ വാർ എന്നുള്ള രീതിയിലേക്ക് അത് കടന്നിട്ടുള്ളത്. കാരണം ഏപ്രിൽ അവസാനം ഏപ്രിൽ 22 പഹൽഗാമിൽ ആ ഇഷ്യൂ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്ത്യ ഇവിടെ തിരിച്ചടിക്കുന്നത് 7 തീയതിയാണ്. 8 അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. പക്ഷേ എൻ്റെ എൻട്രി എടുക്കാനുള്ള ക്രൈറ്റീരിയ ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മാക്രോ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഞാൻ അത്ര ഓവറായിട്ട് വറി ചെയ്യാറില്ല. കാരണം എനിക്ക് ഓൾറെഡി ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് സ്റ്റോക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന്, അതായത് ഞാൻ സ്റ്റോക്കിനെ സ്റ്റഡി ചെയ്ത് പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ ഓർഡർ കാര്യങ്ങൾ കൊടുക്കുമായിരുന്നു സ്റ്റോക്കിൽ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് തന്നെയാണ് ഈ താരിഫിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതായത് ഒരു ദിവസം ട്രംപ് വന്നിട്ട് 25% താരിഫ് എന്ന് പറയുന്നു, അല്ലെ അടുത്ത ദിവസം ഇപ്പോൾ ചൈന എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് 250% താരിഫ് എന്ന് പറയുന്നത്, അല്ല ഇന്ത്യക്ക് അടുത്ത് 25 നിന്ന് 50 പിടിച്ചു എന്ന് പറഞ്ഞുള്ള രീതിയിൽ താരിഫ് കൊടുക്കുന്ന ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. ആ ഒരു കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സ്റ്റോക്ക് ഏത് രീതി സ്റ്റോക്കിനെ എന്തെങ്കിലും രീതിയിൽ ഇത് അഫക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടതുണ്ട്.
അതല്ലാതെ ബാക്കി ഇപ്പോൾ മാർക്കറ്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റോക്കിനകത്ത് എൻട്രി എടുക്കാനുള്ള ഡിസിഷൻസ് കാര്യങ്ങൾ നമ്മൾ മേക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ സ്റ്റോക്കിനകത്ത് ഇപ്പോൾ എനിക്ക് എൻട്രി എടുക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ നോക്കിയിരുന്നത്. കാരണം ആ ഒരു സമയത്ത് പെഹൽഗാം ഇഷ്യൂ നടക്കുന്നു, താരിഫിന്റെ ഇഷ്യൂസ് കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ സ്റ്റോക്കിൽ ഞാൻ പറഞ്ഞില്ല May 8 എൻട്രി എടുത്തു. അതിനുശേഷം നോക്കിയാൽ ജൂൺ അവസാനമാകുന്ന സമയത്തായപ്പോഴത്തേന് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം നടന്നു. അതെന്ന് വെച്ചാൽ പ്രൊമോട്ടർ സെല്ലിങ് വന്നു. സഡൻ ആയിട്ട് പ്രൊമോട്ടർ ഏകദേശം ഒരു 15% സ്റ്റോക്ക് അവരുടെ ഹോൾഡിംഗ് സെല് ചെയ്തു. പക്ഷേ ഞാൻ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഈ പ്രൊമോട്ടർ സെല്ലിങ് കാര്യങ്ങളൊന്നും മെയിനായിട്ട് നോക്കാറില്ല. അല്ലെ FIS ബൈ ചെയ്യുന്നുണ്ടോ, അല്ലെ FIS സെല്ല് ചെയ്യുവാണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാറില്ല. അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ടുണ്ട്, അതൊന്നും എൻ്റെ പ്രശ്നമല്ല. അതുപോലെ തന്നെ വോളിയം ഗ്രോത്ത് വരുന്നുണ്ടോ, ഇങ്ങനത്തെയൊക്കെ ഞാൻ പണ്ട് നോക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതൊന്നും ഞാനിപ്പോൾ നോക്കാറില്ല, അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ഒന്നും എടുക്കാറില്ല. നമ്മുടെ സ്റ്റോക്കിൽ നല്ല സ്റ്റോക്ക് ഫൈൻഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രൊമോട്ടർ സെല്ലിങ് വന്ന സമയത്ത് സ്റ്റോക്ക് ഞാൻ ബൈ ചെയ്ത സമയത്ത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സ്റ്റോക്ക് ഏകദേശം ഒരു 10-20-30% എനിക്ക് അതിന് റിട്ടേൺ തന്നിരുന്നു. ഈ പ്രൊമോട്ടർ സെല്ലിംഗ് വന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സ്റ്റോക്ക് സഡൻ ആയിട്ട് ലോവർ സർക്യൂട്ട് അടിക്കുകയും നമ്മുടെ ബൈ പ്രൈസിനൊക്കെ താഴേക്ക് സ്റ്റോക്ക് പോവുകയും ചെയ്തു. കൺസിസ്റ്റന്റ് ആയിട്ട് 4 ദിവസം ലോവർ സർക്യൂട്ടാണ് സ്റ്റോക്ക് അടിച്ചിരുന്നത്. പക്ഷേ ആ ഒരു സമയത്തൊന്നും ഞാൻ സ്റ്റോക്കിൽ സെല്ല് ചെയ്തിരുന്നില്ല. ആ ഒരു സമയത്ത് നോക്കിയാൽ ഞാൻ അതിന് മുമ്പ് ഹോൾഡ് ചെയ്തിരുന്ന കുറച്ച് സ്റ്റോക്കുകളുണ്ട്. അതായത് ഏകദേശം എൻ്റെ ഒരു 40%ഓളം ഞാൻ ലോങ് ടൈമിലേക്ക് എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ നല്ല സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ അധികം ഗ്രോത്ത് ഒന്നും ഇല്ലാത്ത വലിയ കമ്പനികളൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു. അത് ഒരു ഓൾമോസ്റ്റ് എൻ്റെ പോർട്ട്ഫോളിയോയുടെ ഏകദേശം ഒരു 35-40% ആ ഒരു രീതിയിൽ ഹോൾഡ് ചെയ്ത് കിടക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊമോട്ടർ സെല്ലിങ്ങിന് മുമ്പായിട്ട് ഏകദേശം ഒരാഴ്ച 2 ആഴ്ച മുമ്പായിട്ട് ഞാൻ ആ സ്റ്റോക്കുകളെല്ലാം സെല്ല് ചെയ്തിരുന്നത്. കാരണം ഫുള്ളായിട്ട് ഈ പറഞ്ഞ പോലെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഹൈ പേസിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള ഡിസിഷനിൽ ഞാൻ ആ ഹോൾഡിങ്ങുകളെല്ലാം സെല്ല് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ക്യാപിറ്റൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ വീണ്ടും സ്റ്റോക്കിൽ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം സ്റ്റോക്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ എൻട്രി എടുത്തതിന് ശേഷം അതേ പൊസിഷൻസ് തന്നെയാണ്. സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങളെല്ലാം നോക്കിയാൽ അതിൽ സ്റ്റോക്ക് ഓൾറെഡി ഇപ്പോൾ എൻ്റെ ഞാൻ ബൈ ചെയ്തത് മുകളിലേക്ക് പോയെങ്കിൽ തിരിച്ച് വീണ്ടും എൻ്റെ ബൈ പ്രൈസിനടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വീണ്ടും ആ സ്റ്റോക്കിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു അടുത്ത Q1 റിസൾട്ട് എന്തെന്നാണ് പിന്നെ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ പ്രൊമോട്ടർ സെല്ലിംഗ് കാര്യങ്ങളൊക്കെ വരുന്നു, അവർ സെല്ല് ചെയ്യുന്നു, നമ്മൾ അതിനകത്ത് വീണ്ടും ഹോൾഡ് ചെയ്ത് തന്നെ ഇരിക്കുന്നു. ഞാൻ അതുപോലെ തന്നെ ഇവർ വീണ്ടും ഡിസംബറിൽ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ജൂണിലെ കാര്യം, ഡിസംബറിൽ ഇവർ പ്രൊമോട്ടർ സെല്ലിംഗ് വന്നിരുന്നു. ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഞാൻ എന്താണ് സ്റ്റോക്കിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അന്നും ഏകദേശം 4.5% സ്റ്റോക്കിൽ പ്രൊമോട്ടർ സെല്ലിംഗ് വന്നിരുന്നു. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് വീഡിയോയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 തവണയായിട്ട് പ്രൊമോട്ടർ സെല്ലിംഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ Q1 റിസൾട്ട് എന്ത് വന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ജൂൺ കഴിഞ്ഞ സമയത്ത് ജൂലൈ അവസാനമാണ് ഇവരുടെ Q1 റിസൾട്ട് വരുന്നത്. Q1 റിസൾട്ട് വരുന്ന സമയത്ത് കമ്പനിയിൽ നമ്മൾ അതിന് മുമ്പിൽ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഏകദേശം 47% ഗ്രോത്ത് വന്നിരുന്നത്. ആ ഒരു ക്വാർട്ടറിൽ Q1 റിസൾട്ട് വരുന്ന സമയത്ത് കമ്പനിയിൽ ഏകദേശം 55% ഗ്രോത്ത് ആണ് അവരുടെ റവന്യൂയിൽ വന്നിരുന്നത്. അതുപോലെ കൃത്യമായിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജും ബിസിനസ്സിന് കിട്ടി. 55%ആയിട്ട് റവന്യൂ ഗ്രോത്ത് അവർ കൂടുകയാണ് ചെയ്തത്. സെയിം ടൈമിൽ എദോസിന് നോക്കുമ്പോൾ എദോസിന് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 26-27% അല്ലെങ്കിൽ 29% മറ്റായിരുന്നു അവർ ആ ഒരു സമയത്ത് റവന്യൂ ഗ്രോത്ത്. പക്ഷേ അവർക്ക് പ്രോഫിറ്റിൽ അവർക്ക് ഡീ ഗ്രോത്ത് കാര്യങ്ങളൊക്കെയാണ് Q1 സമയത്ത് വന്നിരുന്നത്. അപ്പോൾ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് പോയിട്ട് അവരുടെ പ്രോഫിറ്റ് ഡീ ഗ്രോത്തും ഇവർക്ക് നല്ല രീതിയിൽ ഗ്രോത്തും വരുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് ലിവറേജും വരുന്നുണ്ട്. ഞാൻ വീണ്ടും സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യുകയാണ് ആ സമയത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചാർട്ടിൽ കാണാനായിട്ട് പറ്റും. സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പർ സർക്യൂട്ട് അടിക്കുകയാണ് ചെയ്തത്. 29 റിസൾട്ട് വന്നു. 29 ശേഷം എനിക്ക് 29 എൻട്രി എടുക്കാൻ പറ്റിയിട്ടില്ല, 30 പറ്റിയില്ല, 31 പറ്റിയില്ല. എനിക്ക് ഓഗസ്റ്റ് 1 ഞാൻ സ്റ്റോക്കിനകത്ത് പിന്നീട് എൻട്രി എടുക്കുന്നത്. അതും അപ്പർ സർക്യൂട്ട് അടിച്ചൊരു ദിവസം തന്നെയാണ്. അപ്പോൾ 1 വീണ്ടും സ്റ്റോക്കിലേക്ക് എക്സ്ട്രാ ഫണ്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അന്ന് ആഡ് ചെയ്യാൻ തുടങ്ങിയാണ്. അതായത് ആദ്യം May 8, May 9 ആ ഒരു സമയത്ത് ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാപിറ്റൽ വന്ന സമയത്ത് വീണ്ടും ജൂലൈ ആദ്യം ആഡ് ചെയ്തു. അതിനുശേഷം ഓഗസ്റ്റിൽ 1 വീണ്ടും അടുത്ത റിസൾട്ട് Q1 റിസൾട്ട് കൃത്യമായിട്ട് നല്ല രീതിയിൽ വന്ന സമയത്ത് വീണ്ടും സ്റ്റോക്കിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന Q2 റിസൾട്ട് എന്താണെന്ന് പിന്നെ നമുക്കറിയേണ്ട. കാരണം പിന്നീട് മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇവിടെ ഈ പറഞ്ഞ മാക്രോ എക്കണോമിയിൽ ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് വറി ചെയ്യുന്നില്ല. സ്റ്റോക്കിൽ എങ്ങനെയാണ് പെർഫോമൻസ് നോക്കിയിട്ട് അതിനകത്ത് വെയിറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അടുത്ത Q2 റിസൾട്ട് വരുന്ന സമയത്ത്, അതായത് നവംബർ ആദ്യമായിട്ടാണ് അവരുടെ Q2 റിസൾട്ട് വരുന്നത്. Q2 റിസൾട്ട് വരുന്ന സമയത്തും അവർക്ക് ഏകദേശം 40% റവന്യൂ ഗ്രോത്തും അതുപോലെ ഓപ്പറേറ്റിംഗ് ലിവറേജും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സെയിം ടൈമിൽ ഇതേ കാര്യം തന്നെയാണ് എദോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എദോസിൽ അവർക്ക് ഈ പറഞ്ഞ 25-26% അല്ലെങ്കിൽ 28-29 ആ ഒരു റേഞ്ചിലൊക്കെ അവർക്ക് സെയിൽസ് ഗ്രോത്ത് വരുന്നുണ്ട്. പക്ഷേ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആ സമയത്തും കിട്ടുന്നില്ല. 10-12% മാത്രമാണ് അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ഈ സ്റ്റോക്കിൽ ആഡ് ചെയ്യുകയും ഹോൾഡ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ ഡിസംബറിലെ കാര്യം ഞാൻ പറഞ്ഞു. ഡിസംബറിൽ വീണ്ടും പ്രൊമോട്ടർ സെല്ലിംഗ് വരുന്നു. അതും നമ്മൾ വേറെ ഒന്നും ചെയ്തിരുന്നില്ല, ആ സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പ്രൊമോട്ടർ സെല്ലിംഗ് വന്ന ദിവസം തന്നെ പിറ്റേ ദിവസം നോക്കി കഴിഞ്ഞാൽ ഏകദേശം 10% സ്റ്റോക്ക് താഴേക്ക് പോവുകയും പിന്നീട് തിരിച്ച് അവിടെ നിന്ന് റിക്കവർ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നു. വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന Q3 റിസൾട്ട് എന്താണെന്നുള്ള കാര്യം അറിയാനായിട്ടാണ്. Q3 റിസൾട്ട് വരുന്നത് ഫെബ്രുവരിയിലാണ്. അവിടെ ഒരു സഡൻ ആയിട്ടുള്ള ഷോക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് റിസൾട്ട് നോക്കുമ്പോഴത്തേന് 26% മാത്രമേ അവരുടെ റവന്യൂ ഗ്രോത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് 40, 45, 50% ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന കമ്പനി സഡൻ ആയിട്ട് നേരെ 26% തന്നെ അവരുടെ ഗ്രോത്ത് കുറഞ്ഞു. അത് നമ്മൾ എദോസിന് നോക്കുമ്പോൾ എദോസിന് 26% ഗ്രോത്ത് ഉണ്ട്. പക്ഷേ എദോസിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇല്ല.
സെയിം ടൈമിൽ ഈ കമ്പനി നോക്കുമ്പോഴത്തേന് അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. 100% മുകളിൽ അവർക്ക് ഗ്രോത്ത് വന്നിട്ടുണ്ട് പ്രോഫിറ്റിൽ. പക്ഷേ സെയിൽസ് ഗ്രോത്ത് സഡൻ ആയിട്ട് താഴെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 40% മുകളിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ സഡൻ ആയിട്ട് സെയിൽസ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പിന്നെ വേറൊരു കാര്യമുള്ള ഞാൻ നേരത്തെ പറഞ്ഞു, മാനേജ്മെന്റ് ഈ പറഞ്ഞ പോലെ ഫോൺ കോൾ കാര്യങ്ങൾ നടത്താറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അവരോട് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച ഒരു നമ്മൾ 30% മുകളിൽ എന്തായാലും ആൻസിപ്പേറ്റ് ചെയ്താണ് സ്റ്റോക്കിൽ വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഹോൾഡിങ്ങിന് ചെറിയൊരു പെർസെൻറ്റേജ് ഞാൻ സെല് ചെയ്തു. കംപ്ലീറ്റ് ആയിട്ട് 50% ഒന്നും സെല് ചെയ്തിട്ടില്ല. വളരെ ചെറിയൊരു പോർഷൻ ഞാൻ അതിന് സെല് ചെയ്ത് ഒഴിവാക്കി. ആ ഒരു സമയത്ത് തന്നെ റിസൾട്ട് വന്നൊരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ മാനേജ്മെന്റ് സ്പെഷ്യൽ ആയിട്ടൊരു ഫോൺ കോൾ കാര്യങ്ങൾ നടത്തി. ഈ ഒരു റിസൾട്ടിൽ എന്തുകൊണ്ടാണ് സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞു പോയി എന്നുള്ള കാര്യം പറയാനായിട്ട്. അതിൽ ക്ലിയർ ആയിട്ട് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്ട്രക്ചറൽ ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നുമല്ല, വൺ ടൈം ആയിട്ട് മാത്രം കാണിച്ചിരിക്കുന്ന ഒരു ഗ്രോത്ത് കുറവാണ്. അവരുടെ ബാക്കി കാര്യങ്ങളിലൊന്നും ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഈ പറഞ്ഞ മാർജിൻസ് കാര്യങ്ങളെല്ലാം അവർക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നും പിന്നെ അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്ത് നല്ല രീതിയിൽ തന്നെ അടുത്ത ക്വാർട്ടറിലൊക്കെ വരുമെന്നുള്ള കാര്യം മാനേജ്മെന്റ് പറയുന്നു. സോ അപ്പോൾ Q4 നല്ല രീതിയിൽ സെയിൽസ് ഗ്രോത്ത് വരുമെന്നാണ് മാനേജ്മെന്റ് പറയുന്നത് Q4. അവരുടെ സെയിൽസ് ഗ്രോത്തിനും കാര്യങ്ങളൊന്നും അഫക്ട് ചെയ്തിട്ടില്ല. വീണ്ടും ഇതേപോലെ തന്നെ കമ്പനി പെർഫോം ചെയ്യുന്ന നല്ല ഹൈ ഗ്രോത്ത് ബേസിൽ തന്നെയാണ് അവരുള്ളതെന്നുള്ള കാര്യമൊക്കെ തന്നെ മാനേജ്മെന്റ് പറഞ്ഞു. ഇത് അവർ പറയുന്നത് ഫെബ്രുവരി പകുതിയാകുന്ന സമയത്താണ്. അപ്പോൾ ജനുവരിയും ഫെബ്രുവരി പകുതിയായി. അപ്പോൾ ആ ഒരു Q4 പകുതിയോളം വന്ന സമയത്താണ് മാനേജ്മെന്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് ആ ഒരു ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റ് അത് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ആ ഒരു സമയത്ത് ഓൾറെഡി Q3 റിസൾട്ട് കുറച്ച് മോശമാണ്. അതിന് കൂടെ വന്നിട്ട് വീണ്ടും Q4 അവർക്ക് ഓൾറെഡി Q4 പകുതിയായി. അപ്പോൾ തന്നെ കൃത്യമായിട്ട് അറിയാമല്ലോ. ആ സമയത്ത് വന്നിട്ട് വീണ്ടും ഇത് നല്ലതാണെന്നുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സമയത്ത് വീണ്ടും ഇങ്ങനെ നല്ലൊരു കമന്ററി വന്ന സമയത്ത് വീണ്ടും ആ സ്റ്റോക്കിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ Q3 റിസൾട്ട് വന്ന സമയത്ത് കുറച്ച് എമൗണ്ട് കട്ട് ചെയ്തിരുന്നു. പക്ഷേ മാനേജ്മെന്റ് കമന്ററി കേട്ട സമയത്ത് വീണ്ടും ആ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ Q4 റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. Q4 റിസൾട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ Q4 റിസൾട്ട് വരുന്ന സമയത്ത് കമ്പനിയിൽ 74% ഗ്രോത്ത് ആണ് ആ ഒരു ബിസിനസ്സിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ Q4 മാത്രം 74% റിസൾട്ട് റവന്യൂവിൽ ഗ്രോത്ത് വന്നിരിക്കുന്നു. പ്രോഫിറ്റ് നോക്കിയാൽ ഏകദേശം 200% മുകളിൽ 212% പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് ഈ ഒരു ക്വാർട്ടറിൽ കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ ഫൈനാൻഷ്യൽ ഇയർ നമ്മൾ എടുത്ത് നോക്കിയാൽ ഏകദേശം 48% റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ 150% മുകളിൽ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്തും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എൻട്രി എടുത്ത സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് 30% മുകളിൽ അവരുടെ സെയിൽസ് ഗ്രോത്തും അതിലേക്ക് അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജോട് കൂടിയിട്ട് 30-40% പ്രോഫിറ്റ് ഗ്രോത്തും വരുമെന്നുള്ള കാര്യമാണ്. പക്ഷേ മാനേജ്മെന്റ് അതിൽ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക ഏകദേശം 48% റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ പ്രോഫിറ്റിൽ 150%-ഓളാണ് ഗ്രോത്ത് വന്നിരുന്നത്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത സമയത്ത് 31 കോടിയായിരുന്നു അവരുടെ പ്രോഫിറ്റ് മൊത്തം ഉണ്ടായിരുന്നത്. ഈ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 75 കോടിയായിട്ട് അവരുടെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. എഡോസിന്റെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 26% റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ 17% പ്രോഫിറ്റ് ഗ്രോത്തുമാണ് ഫുൾ ഇയറിൽ വന്നിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന പ്ലെയറിനെ നല്ല രീതിയിൽ അവർ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം 48%-ഉം 150% ഗ്രോത്ത് ആണ് അവിടെ വന്നിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ നമ്മൾ എൻട്രി എടുത്ത സമയത്ത് ഇവരുടെ പി റേഷ്യോ ഉണ്ടായിരുന്ന ഏകദേശം 58-60 ആയിരുന്നു എന്നുള്ള കാര്യം. ഇപ്പം നോക്കിയാൽ സ്റ്റോക്കിന്റെ പി റേഷ്യോ ഉള്ള 58-60 അവരുടെ പി റേഷ്യോ കിടക്കുന്നത്. അതായത് നമ്മൾ എൻട്രി എടുത്തിടത്തുനിന്ന് സ്റ്റോക്കിന്റെ പ്രൈസ് ഡബിളായി, പക്ഷേ അവരുടെ പി റേഷ്യോ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രോഫിറ്റ് ഡബിളായി. ഇത് നമ്മൾ പി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡ് ബൈ അവരുടെ ടോട്ടൽ പ്രോഫിറ്റ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഡബിളായി, പക്ഷേ സെയിം ടൈമിൽ ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡബിളായി. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പി റേഷ്യോ അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്ത സമയത്തൊന്ന് സ്റ്റോക്കിന്റെ പ്രൈസ് ഡബിൾ ആയിട്ട് അവരുടെ പി റേഷ്യോ അവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫോർവേഡ് പി കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹൈ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകളിൽ നമുക്ക് അവരുടെ പി റേഷ്യോ കൂടുതലാണെങ്കിലും അവർ ആ ഒരു ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും വീണ്ടും ആ സ്റ്റോക്ക് ചീപ്പ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് താഴെ അവരുടെ ഡിനോമിനേറ്റർ പ്രോഫിറ്റിലും നല്ല രീതിയിൽ ഗ്രോത്ത് വരും. ഇപ്പോഴും ആ സ്റ്റോക്കിനെ നോക്കിയാൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്ക് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഒരു 30% മുകളിൽ തന്നെ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഓൾറെഡി കമ്പനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ പി റേഷ്യോ നോക്കിയാൽ നമ്മൾ ഇപ്പോഴും പറഞ്ഞില്ല, ഏകദേശം 58-60 അവരുടെ കറണ്ട് പി ഉള്ളത്. ഈ ഒരു ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 40 തന്നെ അവരുടെ ഫോർവേഡ് പി, അതായത് 30 ഗ്രോത്ത് വന്നാൽ പോലും ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് അവരുടെ ഫോർവേഡ് പി വരിക. അത് വെച്ച് നോക്കുമ്പോൾ പേ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1-ന് മുകളിലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അവർ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ നിന്ന് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് നോക്കുമ്പോൾ എഡോസ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന സ്പേസിൽ ഇവർ എഡോസിനെ ബീറ്റ് ചെയ്ത് വീണ്ടും അതിന് മുകളിൽ വന്നിട്ടുണ്ട്. അതിന് മുകളിൽ തന്നെ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് റെക്കമെൻഡേഷൻ കാര്യങ്ങളായിട്ടൊന്നും എടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോക്കിനെ ഞാൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്രൈസിസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയത് ഞാൻ ഈ സ്റ്റോക്കിനെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഈ ഒരു സ്റ്റോക്കിൽ ആൻസിപ്പേറ്റ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ എന്തുകൊണ്ടാണ് ഇതിനകത്ത് എൻട്രി എടുത്തത്, ഞാൻ എന്തുകൊണ്ടാണ് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്, അതൊക്കെ പറ്റി കൃത്യമായിട്ട് ധാരണ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റോക്കിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഏകദേശം ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിത് ഹോൾഡ് ചെയ്യാണ്ട് കുറച്ചുകൂടെ കൺവിക്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് പുറമേ നിന്ന് കേൾക്കുമ്പോഴത്തേനും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ സ്റ്റോക്കിൽ ബൈ ചെയ്യുന്നു, അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും 100% റിട്ടേൺ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. സോ ആ ഒരു രീതിയിൽ നമുക്ക് തോന്നിക്കാം. പക്ഷേ ആ ഒരു രീതിയിലല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്.
അപ്പോൾ ഇത് ബൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഇന്ത്യനെ നമ്മൾ നേരിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു വാർ, പാകിസ്ഥാനായിട്ടുള്ള വാറിന്റെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പം ഇറാനും US തമ്മിൽ അവിടെ വാർ നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ നേരിട്ടൊരു വാറിലേക്ക് ഇറങ്ങിയിരുന്നത് നമ്മളെ ഏതൊക്കെ രീതിയിൽ അഫക്ട് ചെയ്തേനെ. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ താരിഫിന്റെ ഇഷ്യൂസിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ചയിൽ ഒന്ന് പറയുന്നു, അടുത്ത ആഴ്ച വേറെ കാര്യം നടക്കുന്നു, 25% താരിഫ് വെക്കുന്നു, വീണ്ടും നടന്ന് 50% ആക്കുന്നു, വീണ്ടും താരിഫ് കുറയ്ക്കുന്നു. സോ ആ ക്രൈസിസ് കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രൊമോട്ടർ സെല്ലിങ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നു. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും പലർക്കും തോന്നി, കാരണം പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റോക്ക് ലോവർ സർക്യൂട്ട് അടിച്ച് താഴേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബൈ പ്രൈസിനൊക്കെ താഴേക്ക് തന്നെ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിനകത്ത് കൺവിക്ഷൻ വേണം. അതുപോലെ തന്നെ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, Q3 റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ഗ്രോത്ത് ആ സ്റ്റോക്കിൽ വന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിനെ കട്ട് ചെയ്തിരുന്നു. അതിനുശേഷം മാനേജ്മെന്റിൽ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്കൊരു ധാരണ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മാനേജ്മെന്റ് ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോകുന്നതെന്നും അതിന് ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി കിട്ടിയ സമയത്താണ് വീണ്ടും ഞാൻ ആ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്തത്. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ വന്നപ്പോൾ ഫുള്ളായിട്ട് സെല്ല് ചെയ്ത് ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു മണ്ടത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്വാർട്ടറിലെ റിസൾട്ട്, അതും പ്രത്യേകിച്ച് അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സെയിൽസ് ഗ്രോത്ത് മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. അതിനെങ്കിൽ കുറച്ച് കുറവാണെങ്കിലും ആ ഒരു സെക്ടറിൽ നോക്കി അവർ ലീഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സെല്ല് ചെയ്ത് ഒഴിവാക്കുക, അല്ലെങ്കിൽ എൻ്റെ മജോറിറ്റി ഹോൾഡിംഗ് ഒന്നും ഞാൻ സെല്ല് ചെയ്യില്ല. വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് ആ ഒരു സമയത്ത് സെല്ല് ചെയ്ത് ഒഴിവാക്കിയത്. പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. സോ അതിനുശേഷം വീണ്ടും നമുക്ക് മുന്നിലേക്ക് ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ വീണ്ടും നമ്മൾ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെയും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ സ്റ്റോക്കിൽ എന്താണ് അവരുടെ പെർഫോമൻസ് എന്നുള്ള കാര്യം അറിയാനായിട്ടാണ്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് പെർഫോം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫണ്ട് കൂടുതൽ നമ്മുടെ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല നമ്മൾ ഇനിഷ്യലി ഒരു ബൈ പ്രൈസ് എടുത്തു, അവിടുന്ന് ഒരു 100% റിട്ടേൺ കാണിക്കുന്നു, അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ അതിലേക്ക് ഫണ്ട് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ നമ്മുടെ റിട്ടേണിന്റെ റേഷ്യോ കുറയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കില്ല. കാരണം നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് അത് 2 ലക്ഷം ആയെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അത് സ്റ്റോക്കിന്റെ ബൈ പ്രൈസിന് താഴെ പോയോ, അല്ലെങ്കിൽ എനിക്ക് സ്റ്റോക്ക് ചീപ്പായിട്ട് അവൈലബിൾ ആവുന്നു, ആ ഒരു രീതി നോക്കിയിട്ടല്ല ഞാൻ സ്റ്റോക്കിൽ ബൈ ചെയ്യുന്നത്. സ്റ്റോക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റോക്കിലേക്ക് വീണ്ടും ആഡ് ചെയ്യും. എൻ്റെ ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യാറ്. അതല്ലാതെ ഇതിപ്പോൾ ഒരു 10% താഴേക്ക് വരട്ടെ ആ ഒരു രീതിയിൽ ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യാറില്ല. കാരണം അത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാർട്ട് ഷെയർ ചെയ്യാം. ചാർട്ട് ഷെയർ ചെയ്തിട്ട് ഞാൻ ഏതൊരു സമയത്തൊക്കെയാണ് എൻട്രി എടുത്തതെന്നുള്ള കാര്യങ്ങൾ കാണിക്കാം. അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം സ്റ്റോക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് സ്റ്റോക്കിനകത്ത് എൻട്രി എടുക്കുക, അല്ലെങ്കിൽ എക്സ്ട്രാ ഫണ്ട് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ വാല്യുവേഷനും ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്ക് ഓക്കെയാണ്. സ്റ്റോക്ക് നല്ല പെർഫോമൻസ് തരാൻ സാധ്യതയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു 10% 5% ഒരു ഡിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കാറില്ല. എനിക്ക് എൻട്രി എടുക്കാൻ തോന്നി ആ സ്റ്റോക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എൻട്രി എടുക്കുകയാണ് ചെയ്യാറ്. ഇനി ഞാൻ എന്തായാലും എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അതിൽ ഞാൻ ആ സ്റ്റോക്കിൽ എൻട്രി എടുത്തതും അല്ലെങ്കിൽ ഈ പറഞ്ഞ സിറ്റുവേഷൻ ഒക്കെ നടന്ന സമയത്ത് സ്റ്റോക്കിൽ എന്തൊക്കെ മൂവ്മെന്റ് ആവുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. അല്ല നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം 100% റിട്ടേണിലേക്ക് നേരെ സ്റ്റോക്ക് മൂവ് ചെയ്യല്ല ചെയ്തിരുന്നത്. സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ആ ചാർട്ടിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇവിടം വരെ ഈ വീഡിയോ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിലെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു കണ്ടന്റുകൾ കാര്യങ്ങൾ താല്പര്യമുള്ള, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 8 മാസത്തോളമായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കഴിഞ്ഞ ഒരു 8 മാസത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ 8 മാസത്തെ കണ്ടന്റ് നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിയുള്ള കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തായാലും ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്ത് നമ്മുടെ ചാർട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ടൈമെക്സിന്റെ ചാർട്ട്. ഞാനിവിടെ എൻട്രി എടുത്ത ഒരു ഏരിയ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തിരുന്നത്. അത് മെയ് 8-ാം തീയതിയാണ് എൻട്രി എടുത്തിരുന്നത്. ഈ ഒരു ബ്ലാക്ക് ലൈൻ വരുന്ന സമയത്ത് ഏകദേശം ഒരു 225 രൂപയിലാണ് എൻ്റെ ആദ്യത്തെ ബൈ പ്രൈസ് എന്ന് പറയുന്നത്. സോ എൻട്രി എടുത്ത സമയം നോക്കിയാൽ ഈ ഒരു റിസൾട്ട് വന്ന ഈ ഒരു 6-ാം തീയതിയാണ്. 7-ാം തീയതിയാണ് സ്റ്റോക്കിനെ ഞാൻ സ്റ്റഡി ചെയ്യുന്നത്. 7-ാം തീയതി ആയിട്ടാണ്. 8-ാം തീയതിയാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. ഞാൻ എൻട്രി എടുക്കുന്ന സമയത്ത് നോക്കിയാൽ ഏകദേശം ഒരു 45-46% സ്റ്റോക്കിൽ മൂവ്മെന്റ് വന്നിരുന്നു. അതിന് തൊട്ട് മുമ്പിലത്തെ ഓൾ ടൈം ഹൈ നോക്കിയാൽ ഇതാണ് ഓൾ ടൈം ഹൈ. ഓൾമോസ്റ്റ് ആ ഓൾ ടൈം ഹൈയുടെ അടുത്തേക്ക് സ്റ്റോക്കിന്റെ മൂവ്മെന്റ് വന്ന സമയത്താണ് എൻട്രി എടുത്തിരുന്നത്. നോക്കിയാൽ അതിന് തൊട്ട് മുമ്പ് നോക്കിയാൽ ഏകദേശം ഓൾ ടൈം ഹൈന്ന് സ്റ്റോക്ക് ഏകദേശം 40% താഴേക്ക് വന്നിരുന്നു. 38-40% താഴേക്ക് വന്നിരുന്നു. അവിടെ നിന്നിട്ട് തിരിച്ച് ഈ പറഞ്ഞ പോലെ 46% സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു സമയത്താണ് ഈ കാൽക്കുലേഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ആ വാല്യുവേഷൻസ് എനിക്ക് ഓക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്റ്റോക്കിൽ എൻട്രി എടുത്തത്. അതല്ലാതെ ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം സ്റ്റോക്ക് ഇവിടുന്ന് മൂവ് ചെയ്ത് ഇനി തിരിച്ച് ഇവിടേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നിട്ടില്ല. എനിക്ക് നല്ല സ്റ്റോക്കാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം എനിക്ക് ഓക്കെ ആയതുകൊണ്ട് തന്നെ അത് ഓൾ ടൈം ഹൈലാണെന്നുള്ള ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്ത് തന്നെ ഞാൻ എൻട്രി എടുത്തിരുന്നു. ഞാൻ എൻട്രി എടുത്തതിന് ശേഷം സ്റ്റോക്കിൽ നല്ല മൂവ്മെന്റ് ആണ് വന്നിരുന്നത്. അവിടെ നോക്കിയാൽ ഏകദേശം ഒരു 25-30% മൂവ്മെന്റ് കിട്ടിയിരുന്നു. ഏകദേശം 28% സ്റ്റോക്ക് മുകളിലേക്ക് പോയി. അതിനുശേഷം സ്റ്റോക്ക് ഈ ഒരു സമയത്തേക്ക് നോക്കിയാൽ ഇവിടെയാണ് അവരുടെ പ്രൊമോട്ടർ സെല്ലിങ് കാര്യങ്ങൾ വന്നത്. ആ ഒരു സമയത്ത് സ്റ്റോക്ക് 5% മുകളിലായിട്ട്, അതായത് ലോവർ സർക്യൂട്ട് അടിച്ച് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. എൻ്റെ ബൈ പ്രൈസിനൊക്കെ താഴേക്ക് വന്നിരുന്നു. ഈ ഒരു സമയത്ത്, അതായത് ജൂലൈ 1-നാണ് ഞാൻ വീണ്ടും സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്തത്. എൻ്റെ എമൗണ്ട് ഞാൻ ആവറേജ് ചെയ്തിരുന്ന ബൈ പ്രൈസ്.
അതിനുശേഷം സ്റ്റോക്ക് അവിടുന്ന് വീണ്ടും താഴേക്ക് പോയതിന് ശേഷമാണ് ഈ ഒരു ദിവസമാണ് അവരുടെ അടുത്ത റിസൾട്ട് വരുന്നത്. Q1 നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന Q1 റിസൾട്ട് വരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. 55% ഉണ്ടായിരുന്നു അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റിൽ നല്ല രീതിയിൽ 200% മുകളിലേക്ക് ഗ്രോത്ത് വന്നിരുന്നു. അതിനുശേഷം സ്റ്റോക്കിൽ നല്ല മൂവ്മെന്റ് വന്നു. എനിക്ക് പിറ്റേ ദിവസം നോക്കിയിട്ട് എൻട്രി എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു ഓഗസ്റ്റ് 1 തീയതിയാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. ആ 3 ദിവസവും സ്റ്റോക്ക് അപ്പർ സർക്യൂട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷം നല്ല മൂവ്മെന്റ് സ്റ്റോക്കിൽ അവിടെ വന്നിട്ടുണ്ട്. നോക്കിയാൽ തന്നെ കാണാനായിട്ട് പറ്റും. ഏകദേശം എൻ്റെ ബൈ പ്രൈസ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ ഏകദേശം 80-85% മൂവ്മെൻറ്റ് എനിക്ക് 155 ദിവസം കൊണ്ട് തന്നെ 85% മൂവ്മെൻറ്റ് വന്നിരുന്നു സ്റ്റോക്കിൽ. സോ അതിനുശേഷമാണ് നമുക്ക് ആ സ്റ്റോക്കിൻ്റെ കൃത്യമായിട്ട് വോൾട്ടിലിറ്റി കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു 85% റിട്ടേൺ തന്നതിന് ശേഷം സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് വന്നു. ഇതാണ് എൻ്റെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത്. സോ ഓൾമോസ്റ്റ് എൻ്റെ എൻട്രി പ്രൈസിന് അടുത്തേക്ക് തന്നെ സ്റ്റോക്കിന് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ബൈ ചെയ്തു, മുകളിലേക്ക് പോയി, വീണ്ടും നമ്മുടെ ബൈ പ്രൈസിനൊക്കെ താഴേക്ക് വന്നു, വീണ്ടും അവിടുന്ന് മുകളിലേക്ക് പോയി, അതിനുശേഷം വീണ്ടും തിരിച്ച് ബൈ പ്രൈസിന് അടുത്തേക്ക് വന്നു. ഈ ഒരു സമയത്തിനിടയ്ക്ക് അവരുടെ Q3 റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതിനിടയ്ക്ക് ഈ പറഞ്ഞ ഡിസംബറിലാണ് രണ്ടാമത് പ്രൊമോട്ടർ സെല്ലിങ് കാര്യങ്ങൾ വന്നത്. ഇവിടെ ഏകദേശം സ്റ്റോക്കിൽ ഒരു 10% ഡൗൺ വന്നിരുന്നു. അതിനുശേഷം വീണ്ടും താഴേക്ക് പോകണം. അത് ഈ ഒരു സമയം നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ മിക്കവാറും സ്മോൾ ക്യാപ് കമ്പനികളെല്ലാം നല്ല രീതിയിൽ താഴേക്ക് പോയൊരു സമയമായിരുന്നു. കാരണം ആദ്യത്തെ ഫോളോ വന്ന സമയത്ത് അത്ര രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പല കമ്പനികളും താഴേക്ക് പോയിരുന്നില്ല, സ്മോൾ ക്യാപ്പ് ആണെങ്കിലും. പക്ഷേ ഈ ഒരു സമയത്ത് മിക്കവാറും എല്ലാ സ്റ്റോക്കുകളും താഴേക്ക് പോയിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് ഇവർ ഈ പറഞ്ഞ രണ്ടാമത് പ്രൊമോട്ടർ സെല്ലിങ് കാര്യങ്ങൾ വരുന്നത്. അതിനുശേഷം ഇവിടുന്ന് വീണ്ടും ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകുന്ന സമയത്താണ് ഇവരുടെ Q4 റിസൾട്ട് വരുന്നത്. Q4 റിസൾട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല 26% സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞ സമയം. ആ ഒരു സമയത്ത് വീണ്ടും സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് വരിക. ഈ ഒരു സമയത്താണ് ഞാൻ എൻ്റെ കുറച്ച് ഹോൾഡിംഗ് സെല് ചെയ്തിരുന്നത്. അതിനുശേഷം മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് അതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങൾ നിന്നപ്പോൾ ഈ ഒരു സമയത്തായിട്ട് തന്നെ ഞാൻ വീണ്ടും ആ സ്റ്റോക്കിലേക്ക് അത് ആഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം പ്രൈസ് താഴേക്ക് പോയി. ഏകദേശം ഒരു മാർച്ച് അവസാനം ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നല്ല മൂവ്മെൻറ്റ് മുകളിലേക്ക് വന്നു. ഈ സമയത്ത് അവരുടെ Q4 ഇപ്പോൾ കഴിഞ്ഞ റിസൾട്ടും വന്നു. അതിനുശേഷം നല്ല മൂവ്മെൻറ്റ് കിട്ടി. അതായത് ഈ 29 തീയതിയാണ് എനിക്ക് ഏകദേശം 100% എൻ്റെ ബൈ ചെയ്ത 225 രൂപ എന്നുള്ള റേഞ്ചിൽ നിന്ന് ഏകദേശം 450 രൂപയ്ക്ക് മുകളിലേക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് വന്നിരുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ഗ്രീൻ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനല്ല, ഈ ഒരു ഗ്രീൻ ലൈൻ, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ആവറേജ് ബൈ എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിൽ. അവിടുന്ന് ഏകദേശം ഇത്രയും മൂവ്മെൻറ്റ് മുകളിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് കാര്യങ്ങളൊന്നും എടുക്കരുത്. ഇപ്പോൾ എൻ്റെ ഒരു ജേണി കാര്യങ്ങളല്ല, ഞാൻ സ്റ്റോക്കിൽ എങ്ങനെയാണ് ബൈ ചെയ്തത്, അതിനുശേഷം ഇത്രയും വോൾട്ടിലിറ്റി കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഷെയർ ചെയ്തത്. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ കാണിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റോക്കിലെ ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് നോക്കിയാൽ ഈ ഒരു ലോയിൽ നിന്ന് കഴിഞ്ഞ ഈ ഒരു ഹൈയിലേക്ക് ഏകദേശം ഒരു 100% ഗ്രോത്ത് വന്നിരിക്കുന്നത് ഏകദേശം 63 ദിവസം കൊണ്ടാണ്. അതിന് മുമ്പിലത്തെ മൂവ്മെൻറ്റ് നോക്കിയാൽ ഏകദേശം ഈ ഒരു ലോയിൽ നിന്ന് ഇത് മുകളിലേക്ക് നോക്കിയാൽ ഏകദേശം 110% ഗ്രോത്ത് വന്നിരുന്നത് 73 ദിവസം കൊണ്ടാണ്. അതിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു ലോ നോക്കിയാൽ ഈ ഒരു ലോയിൽ നിന്ന് സ്റ്റോക്ക് ഇത്ര ഒരു ഹൈയിലേക്ക് പോയത് ഏകദേശം 23% കൊണ്ടാണ് ഇവിടെ 83% ഗ്രോത്ത് കാണിച്ചിട്ടുള്ളത്. അതിന് മുമ്പിലത്തെ നോക്കിയാൽ ഇവിടുത്തെ ഒരു ലോയിൽ നോക്കിയാൽ ഈ ഒരു ലോയിൽ നിന്ന് സ്റ്റോക്ക് ഈ ഒരു ഹൈയിലേക്ക് എത്തിയത് ഏകദേശം ഒരു 100% റിട്ടേൺ തന്നിരിക്കുന്നത് 49 ദിവസമാണ്. അത് നോക്കിയാൽ ഏകദേശം 49 ദിവസത്തിൽ 100%, അതല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ 23 ദിവസത്തിൽ, അതല്ലെങ്കിൽ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ 73 ദിവസം, അതായത് 2 മാസം 2.5 മാസം. ഇവിടെ നോക്കിയാൽ 63 ദിവസം, കൃത്യം 2 മാസം. ഈ ഒരു സമയം കൊണ്ടാണ് ഇവർ ഏകദേശം 100% റിട്ടേൺ ഈ ഒരു സ്റ്റോക്കിൽ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ കാണിച്ചിരിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കിലെ പ്രൈസ് മൂവ്മെൻറ്റ് വരാമെന്ന് വെച്ചാൽ വളരെ പെട്ടെന്നായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി ചെയ്ത് എനിക്ക് 100% റിട്ടേൺ വരാൻ ഇത്ര സമയം എടുത്തു. പക്ഷേ ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടുത്തെ ഈ ഒരു ലോയിൽ ഈ ഒരു 100% കിട്ടുക എന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസം കൊണ്ടാണ് ആ മൂവ്മെൻറ്റ് കാര്യങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ടൈം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. നമുക്ക് ഈ ഒരു ലോയിൽ എൻട്രി എടുത്ത് ഈ ഒരു ഹൈയിൽ എക്സിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ടൈമിംഗ് നോക്കുക, നമ്മൾ സ്റ്റോക്കിനെ നന്നായിട്ട് സ്റ്റഡി ചെയ്ത് ആ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കുക എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നെഗറ്റീവ് ന്യൂസ് കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് പലർക്കും സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നിങ്ങൾ നല്ല സ്റ്റോക്കുകൾ ഫൈൻഡ് ചെയ്യുക. അതിനുശേഷം സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുക. നമുക്ക് എൻട്രി എടുക്കാൻ തോന്നുന്ന സ്റ്റോക്കുകളാണെങ്കിൽ എൻട്രി എടുക്കുക. അതിനുശേഷം സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ രണ്ടാമത് എൻട്രി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇപ്പോൾ ഞാൻ ആദ്യം ബൈ ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ ബൈ ചെയ്യാതെ സ്റ്റോക്കിൻ്റെ ഇവിടെയായിരുന്നല്ലോ പ്രൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് തിരിച്ചെത്തിട്ട് റീടെസ്റ്റ് ചെയ്യുമ്പോൾ ബൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും എൻട്രി എടുക്കാൻ പറ്റില്ല. അല്ല രണ്ടാമത് നല്ല റിസൾട്ട് വന്ന സമയത്ത് എന്തായാലും അപ്പർ സർക്യൂട്ട് അടിച്ച് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് വരട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് രണ്ടാമത് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ കിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ ആ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെയാണ് വരിക. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മുടെ മാർക്കറ്റ് ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഇച്ചിരി മോശമായിട്ടുള്ള സിറ്റുവേഷനാണ് ഇരിക്കുന്നത്. പക്ഷേ എപ്പോഴാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ മാറുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് സ്റ്റോക്കിൽ സഡൻ ആയിട്ടുള്ള ഇൻക്രീസ് വരിക എന്നുള്ള, അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകൾ ഫൈൻഡ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റോക്കുകൾ, നിങ്ങൾക്ക് ഏതാണ് സ്റ്റോക്കുകൾ കംഫർട്ടബിൾ ആയിട്ടുള്ള അത് ഫൈൻഡ് ചെയ്യുക. അതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. ഈ ഒരു സ്റ്റോക്കിൻ്റെ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് ഈ ഒരു വീഡിയോ എടുക്കരുത്. ഈ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ടല്ല പറഞ്ഞു. പൊതുവെ നിങ്ങൾ സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റോക്കാണോ നല്ല സ്റ്റോക്കുകളായിട്ട് തോന്നുന്നത്, സോ അതിനനുസരിച്ച് ആ സ്റ്റോക്കിനെ മാത്രം ബേസ് ചെയ്ത് തന്നെ നിങ്ങളുടെ എൻട്രി എക്സിറ്റ് കാര്യങ്ങളൊക്കെ ഡിസിഷൻസ് ഒക്കെ വെക്കുക. ഇവിടെ ഞാൻ തന്നെ നോക്കിയാൽ എനിക്ക് എൻട്രി ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഇത്ര രൂപയിൽ ഞാൻ എൻട്രി ചെയ്യണം അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ഇല്ല.
അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല, അതുപോലെ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. കാരണം ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന സ്റ്റോക്കിന്റെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ്. സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്താൽ ഞാൻ അതിനകത്ത് എക്സ്ട്രാ ഫണ്ട് ആഡ് ചെയ്യും. സ്റ്റോക്കിന്റെ പെർഫോമൻസ് മോശമായി കഴിഞ്ഞാൽ ഞാനത് എക്സിറ്റ് ചെയ്യും. ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സ്റ്റോക്കിന്റെ പെർഫോമൻസ് മോശമായി തോന്നി ആ സമയത്ത് നമ്മുടെ റിസ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാന്നുള്ള കാര്യമുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ ആദ്യം വീഡിയോ തുറന്നതിന് മുമ്പായിട്ട് പറഞ്ഞ രണ്ടാമത്തെ ആ കമ്പനിയുടെ വീഡിയോ നമുക്ക് ഈ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.